ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ടെക്സ്റ്റ് യൂട്ടിൽസ് വെബ്സൈറ്റിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബ്രേക്ക് എന്ന രീതിയിൽ നമ്മളൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ട്രെയിൻ അനൗൺസ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, അതൊക്കെ കാണാത്തവർ പോയി കാണുക. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നോട്ട് നമ്മളുടെ അടുത്ത പ്രോജക്റ്റ് ബ്ലോഗ്, ഞാൻ പ്രോമിസ് ചെയ്ത പോലെ നമ്മളുടെ അടുത്ത പ്രോജക്റ്റ് ബ്ലോഗ് ഇന്ന് തുടങ്ങുവാണ്. ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, നിങ്ങൾ പുതിയതായിട്ട് ചാനൽ വരുന്നതാണെങ്കിൽ നമ്മൾ ഈ ജാങ്കോ ട്യൂട്ടോറിയൽ ഒരു സീരീസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഓർഡറിൽ കിട്ടണമെങ്കിൽ ഈ പ്ലേലിസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇടയ്ക്കൊന്ന് കിട്ടിയെന്ന് ആ ഒരു ഇത് വരില്ല നിങ്ങൾക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. നമ്മൾ ജാങ്കോ ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന ഫോൾഡർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ബ്ലോഗ് ഇതിലോട്ട് കയറിയിട്ടുണ്ട്. നമുക്കിവിടെ നമ്മളുടെ വി എസ് കോഡ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആവുക. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വിർച്വൽ എൻവയോൺമെൻറ്റിനെ പറ്റി കൂടുതൽ ഡൗട്ട് അടിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി പൈത്തണിനകത്ത് വിർച്വൽ എൻവയോൺമെൻറ്റ് എന്തുവാന്ന്. നമുക്കിതൊരു നമ്മളിപ്പോൾ മിക്കവാറും പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയാം. അത് ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു വിർച്വൽ എൻവയോൺമെൻറ്റ് സാധാരണ യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്കിപ്പം നമ്മൾ ഈ വെളിയിലുള്ള നമ്മളുടെ ഇപ്പം എനിക്കത് ഈ എൻവയോൺമെൻറ്റ് എന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. നമ്മളിവിടെ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പുതിയ പൈത്തണെ കിട്ടും ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രം. അതിന് നമ്മളുടെ വെളിയിലുള്ള പൈത്തൺ, ഇപ്പം നമ്മളുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പൈത്തണുമായിട്ടൊരു ബന്ധവും കാണത്തില്ല. നമ്മളിപ്പോൾ ഇതിനകത്ത് എടുക്കുന്ന പാക്കേജസ് ഒരിക്കലും വെളിയിലുള്ള പൈത്തണിനകത്ത് വരത്തില്ല. അതിനകത്തുള്ള പാക്കേജസ് ഒരിക്കലും ഇതിനകത്ത് വരത്തില്ല. സംഭവം എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു പ്രോജക്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളുടെ ജാങ്കോനെ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ചിലപ്പോൾ ഫങ്ഷൻസ് ഒക്കെ മാറിയെന്നിരിക്കാം. അപ്പോൾ നമ്മൾ പിന്നെ നമ്മളുടെ ഈ പ്രോജക്റ്റ് റൺ ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് ആ ഒരു ഇതിൽ റൺ ആവത്തില്ല. നമ്മൾ പിന്നെ നമ്മളുടെ ജാങ്കോനെ പഴയ വെർഷനിലോട്ട് ഡീഗ്രേഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എറർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പൈത്തണിനകത്ത് ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനകത്ത് നമ്മളുടെ ജാങ്കോനെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ നമ്മൾ വെളിയിൽ ഒരു പാക്കേജിനെ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതുമായിട്ടൊരു ബന്ധം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അപ്ഡേറ്റ് ആവത്തില്ല. അത്രേ ഉള്ളൂ അതിൻ്റെ ഐഡിയ. നമ്മൾ ജസ്റ്റ് പിപ്പ് ഇൻസ്റ്റാൾ വിർച്വൽ ഇ എൻ വി. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ട്യൂട്ടോറിയലൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇനിയും പൈത്തൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനിയും വിർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ചെയ്യാം. പൈത്തൺ -m വിർച്വൽ ഇ എൻ വി വെൻവർ. നിങ്ങൾക്ക് ഇവിടെ എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ, ഇത് അറിയാത്തവർക്കാണ്. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും എറർ വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം നിങ്ങളെ. ഓക്കെ, നമുക്കിനി വിർച്വൽ എൻവയോൺമെൻറ്റ് തുടങ്ങിയാൽ പോരാ, അതിനൊന്ന് ആക്ടിവേറ്റ് ചെയ്യണം നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. അതിന് ജസ്റ്റ് cd വെൻവ് cd വെൻവ് cd സ്ക്രിപ്റ്റ്സ്, അത് കഴിഞ്ഞിട്ട് ./activate.ps1. ഓക്കെ, നിങ്ങൾക്കിപ്പം ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിനകത്ത് നമ്മളുടെ വിർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇൻസ്റ്റലേഷനിൽ എന്തോ എറർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, നമുക്കപ്പം നമ്മളുടെ വീഡിയോയിലോട്ട് കിടക്കാം, പ്രോജക്റ്റിലോട്ട് കിടക്കാം. നമ്മളപ്പോൾ ബ്ലോഗാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാം. പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ. ഈ ജാങ്കോ നമ്മൾ ഇവിടെ പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്തിനാന്ന് മനസ്സിലായല്ലോ. നമ്മളുടെ വിർച്വൽ എൻവയോൺമെൻറ്റിന് വെളിയിലുള്ള പാക്കേജസുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒന്നുകൂടെ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മളിപ്പം വെളിയിലുള്ള ജാങ്കോനെ അപ്ഡേറ്റ് ചെയ്താലും ഇതിനെ ബാധിക്കത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ജാങ്കോ മാത്രമല്ല, നമുക്ക് പില്ലോ ലൈബ്രറിയും കൂടെ എടുക്കണം. നമ്മൾ ഇത് തൊട്ട് നമ്മളുടെ ഡേറ്റയൊക്കെ വരുന്നുണ്ട്, മോഡൽസ്, നമ്മളുടെ ഡേറ്റാബേസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇമേജസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അതുമായിട്ടൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പില്ലോ എന്ന് പറയുന്ന ഒരു ലൈബ്രറിയും കൂടെ വേണം. അത് പൈത്തണിൽ നമ്മളുടെ ഇമേജസുമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് പിപ്പ് ഇൻസ്റ്റാൾ പില്ലോ.
ഉം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മളുടെ പില്ലോയും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മളുടെ ജാങ്കോയിൽ ഒരു പ്രോജക്റ്റ് തുടങ്ങാം. ഈ ജാങ്കോയിൽ പ്രോജക്റ്റ് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ വളരെ ഡീപ്പായിട്ട് കഴിഞ്ഞ വീഡിയോസിൽ, നമ്മളുടെ ബേസിക് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ ബ്ലോഗാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബ്ലോഗ് ജാങ്കോ അഡ്മിൻ സ്റ്റാർട്ട് പ്രോജക്റ്റ്. ഓ, ഓക്കെ ഓക്കെ. നമ്മളുടെ വെൻവിനകത്താണ് അത് ക്രിയേറ്റ് ആയത്. നിങ്ങൾക്ക് മനസ്സിലായി, നമ്മളുടെ സ്ക്രിപ്റ്റ്സിനകത്താണ് അത് ക്രിയേറ്റ് ആയത്. നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ CD നമ്മളുടെ ഈ റൂട്ട് ഡയറക്ടറിയിലോട്ട് നമുക്ക് വരണം. ജസ്റ്റ് ഇവിടെ ബ്ലോഗ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ അത് നിങ്ങൾക്ക് അങ്ങനെ, നിങ്ങളിപ്പോൾ വീഡിയോ കണ്ട് അങ്ങനെ ചെയ്ത് കാണും. ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോറി ഗൈസ്, അതൊരു എററാണ്, ഞാൻ ശ്രദ്ധിക്കാണ്ട് ചെയ്തതാണ്. CD എന്നിട്ട് നമ്മൾക്ക് ഇങ്ങേറ്റത്ത് ഈ വെൻവിന് പകരം ഇവിടെ ബ്ലോഗ് കാണുന്നവരെ നിങ്ങൾ CD ഡബിൾ ഡോട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ജാങ്കോ അഡ്മിൻ സ്റ്റാർട്ട് പ്രോജക്റ്റ് ബ്ലോഗ്. ഓക്കെ, ബ്ലോഗ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബ്ലോഗിനകത്തോട്ട് കിടക്കാം. കാരണം നമുക്ക് നമ്മളുടെ manage.py എന്ന് പറയുന്ന ഫയലിനെ ആക്സസ് ചെയ്യണം. എന്നാലും നമുക്ക് നമ്മുടെ പ്രോജക്റ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യുവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മളുടെ സെർവർ ഒന്ന് റൺ ചെയ്ത് നോക്കാം. പൈത്തൺ manage.py റൺ സെർവർ. ഓക്കെ, നമുക്കപ്പം സെർവർ റൺ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഇൻസ്റ്റലേഷൻ എല്ലാം കറക്റ്റാണ്. കൺഗ്രാജുലേഷൻ ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടൊരു പുതിയ കൺസെപ്റ്റ് പഠിക്കാൻ പോവുക, ആപ്സിനെ പറ്റി. നമ്മൾ ആപ്സിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് പേടിക്കണ്ട. നമ്മളിപ്പോൾ മൊബൈൽ ആപ്പ് കാണുന്ന പോലല്ല. ഇത് നമ്മൾ ജസ്റ്റ് ജാങ്കോയ്ക്കകത്ത് ഒരു സെക്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്യുക. നമ്മളൊരു പ്രോജക്റ്റിനെ ഓരോ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുക. ആപ്സിൻ്റെ അതിന് നമ്മൾ ജാങ്കോയിൽ വിളിക്കുന്ന പേരാണ് ആപ്സ്. നമുക്കിപ്പോൾ ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. നമുക്കിപ്പം ആമസോണിലോട്ട് വരിക. ആമസോണിലോട്ട് വരുമ്പം നമുക്ക് ഈ ആമസോൺ എന്ന് പറയുന്ന കംപ്ലീറ്റ് ഒരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിനകത്ത് ഈ ഹോം പേജ് ചിലപ്പോൾ ഒരു ആപ്പായിരിക്കും. കാരണം നമ്മൾ ഈ സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ പ്രോജക്റ്റിനെ എഡിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ജസ്റ്റ് ആ ഒരു ആപ്പിനെ മാത്രം എഡിറ്റ് ചെയ്താൽ മതി. നമ്മൾ കാർട്ടിലോട്ട് പോകുമ്പോൾ കാർട്ട് വേറൊരു ആപ്പായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് നമ്മളൊരു പ്രോഡക്റ്റിനകത്തോട്ട് വരുമ്പോൾ ഈ താഴെ പോകുമ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിനകത്ത് റിവ്യൂ സിസ്റ്റം ഇല്ല, റിവ്യൂസ് ഒരു ആപ്പായിരിക്കും. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ അത് ജാങ്കോയിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആപ്പ് എന്ന് പറയും. നമുക്കിനി അതിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് പൈത്തൺ നമ്മളുടെ പ്രോജക്റ്റുമായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പം പൈത്തൺ manage.py സ്റ്റാർട്ട് ആപ്പ്. നമ്മൾ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തതുപോലെ നമ്മളുടെ പ്രോജക്റ്റിനകത്ത് ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളപ്പോൾ ബ്ലോഗ് ഹോം എന്നൊരു പേര് കൊടുക്കുന്നു. ബ്ലോഗ് ഹോം. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു ആപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മളിനി ആപ്പിനെ നമുക്ക് നമ്മളുടെ പ്രോജക്റ്റിനകത്ത് രജിസ്റ്റർ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു സെക്ഷൻ ഓരോന്നിന് ഒരു പ്രോജക്റ്റ് നമ്മൾ ഇത്ര സെക്ഷൻ കൊടുത്തു. അപ്പോൾ നമ്മളുടെ പ്രോജക്റ്റ് അറിയാണ്ട് നമുക്ക് അതിന് സെക്ഷൻ കൊടുക്കാൻ പാടില്ല. നമ്മളുടെ പ്രോജക്റ്റിന്റെ ബേസ് ഡയറക്ടറി ഇതാണ് നമ്മളുടെ ബ്ലോഗ്. ബ്ലോഗിനകത്ത് വന്നിട്ട് നമ്മളുടെ സെറ്റിങ്സിനകത്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി താഴോട്ട് പോവുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റാൾഡ് ആപ്സിനെ പറ്റി പറഞ്ഞു. നമ്മൾ സെറ്റിങ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത പ്രോജക്റ്റിൽ ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിനെ പറ്റി പറഞ്ഞു തരാമെന്ന്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് 2-3 സംഭവങ്ങൾ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മളുടെ ജാങ്കോയ്ക്കകത്ത് ഇൻബിൽഡ് ആയിട്ട് വരുന്ന ആപ്സ് ആണ്. അപ്പം നമ്മൾക്ക് ഡിഫോൾട്ട് ആയിട്ട് ഒരു അഡ്മിൻ പേജ് വരുന്നുണ്ട്. ഓക്കെ, അതൊരു ആപ്പാണ് സംഭവം. നിങ്ങൾക്ക് ഇപ്പം ഇതിനെപ്പറ്റി അഡ്മിൻ എന്തോന്ന് മനസ്സിലാവത്തില്ല. നമ്മളൊരു യൂസറിനെ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയമാകുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. നമ്മളിവിടെ ഒരു ആപ്പിനെ രജിസ്റ്റർ ചെയ്യണം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആപ്പിനെ മാനുവലായിട്ട് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ആ പേര് തെറ്റിക്കല്, ബ്ലോഗ് ഹോം എന്നിട്ടൊരു കോമ ഇടാം. നമുക്ക് ഇനി അടുത്ത ആപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പം അടുത്തത് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് പോകണം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിവിടെ നമ്മൾ ഇതിനു മുമ്പ് നമ്മളുടെ പ്രോജക്റ്റിൽ വന്നിട്ട് നമ്മളുടെ URLസിനകത്ത് നമ്മളൊരു ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. പാത്ത് ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു നള്ളു കൊടുത്ത് നമുക്കിപ്പോൾ ഹോമിലോട്ട് പോകാൻ വേണ്ടി അത് മതി. വ്യൂസ് ഡോട്ട്
ഹോം എന്ന് പറഞ്ഞ് കൊടുത്ത് എന്നിട്ട് നമ്മൾ നെയിം കൊടുത്ത് ഹോം എന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളുടെ ഹോമിൻ്റെ പേജ് നമ്മൾ വ്യൂസിലോട്ട് നമ്മൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വരും. നമുക്ക് നള്ള് എന്തുവാ URL-ന് ശേഷം ഒന്നും ഇല്ലാണ്ടൊരു റിക്വസ്റ്റ് വരുന്നത്. ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് ശ്രദ്ധിക്കണം. അതൊന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ചെന്നൊന്ന് നോക്കിയാൽ മതി. നമ്മൾ വ്യൂസിനകത്തോട്ട് നമുക്കൊരു റിക്വസ്റ്റ് കിട്ടുന്നു, നമ്മൾ അതിനെ വ്യൂസിനകത്തോട്ട് പാസ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് അതിനകത്ത് ഹോം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഹോമിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ ഈ റിക്വസ്റ്റിന് എന്ത് റെസ്പോൺസ് കൊടുക്കണമെന്ന് തീരുമാനിച്ച് നമ്മളവിടെ ലോജിക്ക് എഴുതി നമ്മൾ അതിനെ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, അത്രയും നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, ഇനി നമ്മൾ ഈ പുതിയ രീതിയിൽ നമ്മൾ ആപ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രോജക്റ്റിനകത്ത് നമ്മളുടെ കോഡ് എഴുതുന്നില്ല. നമ്മളിവിടെ വ്യൂസിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. പകരം നമ്മൾ നമ്മളുടെ ആപ്പിലോട്ട് നമ്മളുടെ URL-നെ പാസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്കിവിടെ ഹോം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ബ്ലാങ്ക് തന്നെ കൊടുക്കാം. ബ്ലാങ്കിനകത്ത് ഒരു എന്തുവാ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വരിക. അപ്പോൾ നമ്മളുടെ അടുത്ത ഇങ്ങനെ ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന URLs എല്ലാം നമുക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബ്ലോഗ് ഹോമിനകത്തായിരിക്കും. മനസ്സിലായല്ലോ? നമുക്ക് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വരുവാണെങ്കിൽ നമ്മളുടെ ബ്ലോഗ് ഹോമിനകത്തുള്ള URLs-ലോട്ട് നമ്മൾ ആ റിക്വസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. അതിന് നമുക്ക് ജാങ്കോ ഒരു മൊഡ്യൂൾ തരുന്നുണ്ട്, അതാണ് ഇൻക്ലൂഡ്. അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മളിവിടെ പാത്തിൻ്റെ അവിടെ ഒരു കോമ ഇട്ട് ഇൻക്ലൂഡ് ചെയ്ത് എന്നിട്ട് നമുക്കിവിടെ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുക. ഇൻക്ലൂഡ് നമ്മളുടെ പ്രോജക്റ്റിൻ്റെ നമ്മളുടെ ആപ്പിൻ്റെ പേര് home.urls. ഓക്കെ, നമുക്കപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്ന് നമ്മൾ ആ റിക്വസ്റ്റിനെ ഈ ബ്ലോഗ് ഹോമിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മളിനി ബ്ലോഗ് ഹോമിലോട്ട് വന്ന് നോക്കുമ്പോൾ നമുക്ക് URLs എഴുതാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫയലില്ല. urls.py എന്ന് പറയുന്ന ഫയലില്ല. അപ്പോൾ നമ്മളവിടെ ചുമ്മാ നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്താൽ മതി, urls.py. ഓക്കെ, നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർക്കുന്നത് നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റിനകത്ത് ചെയ്തിട്ടുണ്ട് നമ്മളങ്ങനെ URLs സെറ്റ് ചെയ്യുന്നത്. നമ്മളൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് വരുന്ന URLs എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ആക്ഷനാണ് എടുക്കേണ്ടതെന്നൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ആ ലിസ്റ്റിന് Django.urls ഇമ്പോർട്ട് പാത്ത് കൊടുത്ത് എന്നിട്ട് നമ്മൾ URL പാറ്റേൺസ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നു. അതൊരു ലിസ്റ്റാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ ലിസ്റ്റിനകത്ത് നമ്മളുടെ URLs ഉണ്ട്, നമുക്ക് വരാൻ സാധ്യതയുള്ള URLs ഉണ്ട്. ആ URLs-ൻ്റെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യം പാത്തായിട്ട് നമുക്കിപ്പം നള്ള് തന്നെ കൊടുക്കാം. നൾ സ്ട്രിങ് കൊടുത്തിട്ട് നമ്മൾ വ്യൂസിനകത്ത് ഇതിനൊരു ഹോം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് നെയിം നമുക്ക് ഹോം കൊടുക്കാം. നമുക്ക് ഇവിടെ വ്യൂസ് ഇമ്പോർട്ട് ചെയ്യണം. ഫ്രം ഡോട്ട് ഇമ്പോർട്ട് വ്യൂസ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളുടെ പ്രോജക്റ്റിനകത്ത് വെച്ച് തന്നെ. ഓക്കെ, നമ്മളുടെ വ്യൂസിനകത്തോട്ട് വന്നിട്ട് നമുക്കൊരു ഫംഗ്ഷൻ സെറ്റ് ചെയ്യണം, ഹോം. അതിനകത്ത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു. നമുക്കിപ്പം ഇവിടെ വരുന്ന റിക്വസ്റ്റ് നമ്മളുടെ ഫംഗ്ഷനിലോട്ടാണ് സെൻഡ് ആവുന്നത്. എന്നിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുവാണ്. ഒരു HTTP റെസ്പോൺസ് നമുക്ക് റിട്ടേൺ ചെയ്യാം. അത് നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യണം. HTTP റെസ്പോൺസ് റിട്ടേൺ HTTP റെസ്പോൺസ് എന്നിട്ടൊരു ഹലോ വേൾഡ് കൊടുക്കാം. ഓക്കെ, നിങ്ങളപ്പം ഹലോ വേൾഡ് കൊടുത്ത് നമ്മൾ ഇനി ഇവിടെ നമ്മളുടെ സെർവർ റൺ ചെയ്യുക. പൈത്തൺ manage.py റൺ സെർവർ. ഓക്കെ, നമ്മൾ എന്നിട്ട് ആ സെർവർ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വരുന്നതിന് ഹലോ വേൾഡ് റെസ്പോൺസ് ആയിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം മൾട്ടിപ്പിൾ ആപ്സ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കിപ്പം ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ നൾ സ്ട്രിങ് കൊടുത്ത് നമുക്ക് അതിനെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ ബ്ലോഗ് എന്ന് പറഞ്ഞു കൊടുക്കും, ചിലപ്പം എബൌട്ട് എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മൾക്ക് വേണ്ട പേര് ഇപ്പം നമ്മൾ കമൻറ്റ്സ് കൊടുക്കും. അങ്ങനെ നമ്മൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യും. ഇത് ഒന്ന് ക്ലിയർ ചെയ്യാം. മറ്റേതിനകത്ത് തന്നെ പറഞ്ഞുതരാം. നമുക്കിപ്പം അങ്ങനെ മൾട്ടിപ്പിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഹോം എന്ന് പറഞ്ഞു കൊടുത്ത് ഹോം എന്ന് പറയുന്ന URL വരുവാണെങ്കിൽ നമ്മളെ ബ്ലോഗ് ഹോമിൻ്റെ URLs-ലോട്ടും അതിൻ്റെ റിക്വസ്റ്റിനെ സെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് നള്ള് കൊടുക്കുവാണെങ്കിലുള്ള സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്കിവിടെ നള്ളിന് നമ്മൾ ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. നമ്മൾ ബേസ് പ്രോജക്റ്റിൻ്റെ URLs വന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ നള്ളിനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഹോമിന് മാത്രമേ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ജസ്റ്റ്
ഇപ്പം നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള URL ഹോമാണ്. നമ്മൾ ഹോം ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് ഹോമിൻ്റെ ഇവിടെ ഒരു ഫോർവേഡ് സ്ലാഷ് കൂടെ കൊടുക്കണം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഹലോ വേൾഡ് കാണിക്കുന്നുണ്ട്, കണ്ടോ? നിങ്ങൾക്ക് ഇത്ര മനസ്സിലായല്ലോ. നമ്മളിവിടെ ഹോമിൻ്റെ URLസിലോട്ട് പോകുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ഇനി അടുത്തൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം, എബൌട്ട്. ഇപ്പം നമ്മളിവിടെ നിന്ന് റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, കോമ കൊടുക്കുന്നു, ഇവിടെ നമ്മൾ എബൌട്ട് കൊടുക്കുന്നു, എബൌട്ട്. എന്നിട്ട് നമ്മൾ അതിന് ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു മിനിറ്റ്. VS കോഡിൻ്റെ മൾട്ടി കൾച്ചർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എബൌട്ട് എന്ന് പറഞ്ഞ് പേര് കൊടുക്കുന്നു. എന്നിട്ട് നമുക്കിവിടെ ഒന്ന് ഡിഫൈൻ ചെയ്യണം നമ്മളുടെ എബൌട്ട്. അതിൽ നമുക്കിപ്പം ഈ പാറ്റേണിലോട്ട് വരുന്ന റിക്വസ്റ്റിനെ ആ ഫങ്ഷനിലോട്ട് നമ്മൾ സെൻഡ് ചെയ്യുന്നു, റിക്വസ്റ്റ്. എന്നിട്ട് നമ്മൾ ഒരു HTTP റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നത്, ദിസ് ഈസ് ദി എബൌട്ട് പേജ്. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു റെസ്പോൺസ് സെൻഡ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹോം എന്ന് പറയുന്ന ആപ്പിനകത്താണുള്ളത്. ആ ആപ്പിൻ്റെ എബൌട്ട് എടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഇത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോം എന്ന് പറയുന്ന URL സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ എബൌട്ട് കൊടുക്കേണ്ടത്, എബൌട്ട്. കണ്ടോ? എന്നാലേ നമുക്കിവിടെ എബൌട്ട് പേജ് വരത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഒരു എബൌട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എററേ കാണിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഹോമിനകത്തുള്ള എബൌട്ട്, അങ്ങനെ ഒരു പൈപ്പ് ലൈനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ ആപ്പിനെ പറ്റി കുറേ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങൾ ഇപ്പോൾ വറീഡ് ആവണ്ട. കാരണം നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഫ്യൂച്ചറിൽ നമ്മൾ പ്രോജക്റ്റ് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ കൊമേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡ് ആവും. നിങ്ങൾ ഒരിക്കലും ഒരു വീഡിയോ ഒരു വട്ടം കണ്ടിട്ട് വിടല്ലേ, പിന്നെയും കാണുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വരെ കാണുക. നമ്മൾ അത്രയും ഡീപ്പായിട്ട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേറെ യൂട്യൂബിലൊക്കെ ചാനൽസിലൊക്കെ എടുത്ത് നോക്കിയാൽ ഇത്രയും ഡീപ്പായിട്ട് ജാങ്കോനെ എക്സ്പ്ലെയിൻ ആരും ചെയ്തിട്ടുണ്ടാകത്തില്ല. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ID വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. ഞാനത് പേഴ്സണലി തന്നെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. കാരണം നമുക്കിപ്പം അത്രയും നമ്മളുടെ ഫാമിലിയിൽ അത്രയും മെമ്പേഴ്സ് ഇല്ല. നമുക്ക് ഇപ്പം എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ഓക്കെ, 12 പേരേ ഉള്ളൂ. നിങ്ങളിനിയും ചിലപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടേക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും എറർ വരുവാണെങ്കിൽ അതിനെയും ഫ്യൂച്ചറിൽ വരുന്നവർക്കും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊരു കമൻ്റ് ആയിട്ട് ഇട്ടുവാണെങ്കിൽ ഞാൻ അവിടെ തന്നെ അതിൻ്റെ സോൾവിങ്ങും കൂടെ ചെയ്തിടാം. ഇല്ലെങ്കിൽ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു. നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.